നമസ്കാരം. എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും 8 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞല്ലോ. 2 ടീമുകളും 9 മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. അത് മുംബൈ ഇന്ത്യൻസും LSGയുമാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ പവർ റാങ്കിങ് എപ്പിസോഡ് നമ്പർ 9 അവതരിപ്പിക്കുകയാണ്. എല്ലാ റൗണ്ടുകൾ പൂർത്തിയാകുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോഴത്തെ കളി നിലവാരവും ഇനിയുള്ള മത്സരങ്ങളുടെ കാര്യവും താരങ്ങളുടെ ഫോമും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ തവണ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് എന്നുള്ളതാണ് നമ്മൾ പവർ റാങ്കിങ്ങിൽ അവതരിപ്പിക്കാറുള്ളത്. പോയിൻ്റ് പട്ടികയല്ല പവർ റാങ്കിങ്. അത് ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ. പവർ റാങ്കിങ് വീഡിയോ സീരീസുകൾ കാണുന്നവർക്കൊക്കെ അറിയാം. വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 4 വർഷമായിട്ട് IPL നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ടീം കൂടുതൽ വിജയങ്ങളുമായിട്ട് ഒന്നാമതായിരിക്കും. അവർ പവർ റാങ്കിങ് 2ഓ 3ഓ ഒക്കെ ആയിരിക്കും. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി വീണ്ടും അത് നമ്മൾ വിശദീകരിച്ച് പോകുന്നില്ല. നേരെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഇപ്പോഴത്തെ പോയിൻ്റ് പട്ടിക ഒന്ന് നോക്കാം. പോയിൻ്റ് പട്ടികയിൽ 12 പോയിൻ്റുള്ള 2 ടീമുകളാണുള്ളത്. ആ 2 ടീം തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചിട്ടുള്ളത്. GTയും DCയും. +1.104 നെറ്റ് റൺ റേറ്റോടെ GT ഒന്നാമതും +0.657 നെറ്റ് റൺ റേറ്റോടെ DC രണ്ടാമതുമാണ്. എന്നാൽ 10 പോയിൻ്റുള്ള ടീമുകൾ 4 എണ്ണമുണ്ട്. MIയും RCBയും PBKSും LSGയും. ഇതിൽ 9 കളികൾ കളിച്ച ടീമുകൾ MIയും LSGയുമാണ് എന്നതും ഓർമ്മിപ്പിക്കുന്നു. MI ആണ് മൂന്നാമത്. അവർ തകർപ്പൻ വിജയങ്ങളാണ് ഇപ്പോൾ തുടരെ നേടിക്കൊണ്ടിരിക്കുന്നത്. 5 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയമുണ്ടായിരുന്ന ടീം പിന്നത്തെ 4 കളികളും അങ്ങ് വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ +0.673 നെറ്റ് റൺ റേറ്റോടെ MI മൂന്നാമതും +0.472 നെറ്റ് റൺ റേറ്റോടെ RCB നാലാമതും +0.177 നെറ്റ് റൺ റേറ്റോടെ PBKS അഞ്ചാമതും -0.054 നെറ്റ് റൺ റേറ്റോടെ LSG ആറാമതുമാണ്. ഇനി നോക്കുക, 6 പോയിന്റിൽ ഒറ്റ ടീമുള്ളത് KKR ആണ്. അവർ 7ാം സ്ഥാനത്ത്. പിന്നെയുള്ള 3 ടീമുകൾക്കും 4 പോയിന്റുകളാണ്. RR, SRH, CSK. -0.633 നെറ്റ് റൺ റേറ്റോടെ RR 8ാമതും -1.361 നെറ്റ് റൺ റേറ്റോടെ SRH 9ാമതും -1.392 നെറ്റ് റൺ റേറ്റോടെ CSK 10ാമതുമാണ്. ഈ 3 ടീമുകളുടെയും ഈ സീസണിലെ പ്രകടനം പരിതാപകരമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇനി നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്ത് അതെ CSK തന്നെയാണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ CSK 9ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ അവർ 10ാം സ്ഥാനത്തേക്ക് വീഴുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. 9 വിക്കറ്റിനാണ് കഴിഞ്ഞ കളി അവർ മുംബൈ ഇന്ത്യൻസിനോട് തോറ്റത്. ഒരു ഘട്ടത്തിൽ പോലും CSK വിജയിക്കുമെന്നൊരു തോന്നൽ ആ കളിയിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നും മാത്രമല്ല, CSK കളിക്കുന്ന ഒരു KG ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് ഇപ്പോഴത്തെ IPL അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വലിയ രൂപത്തിൽ ഉയർന്നു കഴിഞ്ഞു. CSKയുടെ ബാറ്റിംഗ് നിരയുടെ ആ മെല്ലപ്പോക്ക് എന്ന് പറയുമ്പോൾ IPL പവർ പ്ലേയിലെ റൺ റേറ്റിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് റൺ റേറ്റുള്ള ടീം അത് CSK ആണ്. അവിടെ തന്നെയാണ് CSKയുടെ പ്രശ്നവും. അതിൽ നിന്ന് അവർക്ക് മുക്തമാവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സീസണിൽ ഇനി മുന്നോട്ട് പോക്ക് ദുഷ്കരമാണ്. കൃത്യമായൊരു ഓപ്പണിംഗ് പെയർ ഇല്ലാതെ മാറ്റി മാറ്റി കളിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ രജിൻ രവീന്ദ്രയും ഫോം ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് റഷീദ് ആദ്യ കളിയിൽ അടിച്ചപ്പോൾ അത് അദ്ദേഹം തുടരുമെന്ന് കരുതി. പക്ഷേ കഴിഞ്ഞ കളിയിൽ പരിതാപകരമായിരുന്നു. 3 ഓവറുകൾ വേണ്ടി വന്നു അവർക്കൊരു ബൗണ്ടറി പിറക്കാൻ എന്നതുകൂടി നോക്കുക. പിന്നെ ആയുഷ് എന്ന യുവതാരത്തിൻ്റെ ഒരു കണ്ണും പൂട്ടിയുള്ള അടിയെന്നല്ല, അദ്ദേഹം മനോഹരമായ ഷോട്ടുകളാണ് കളിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തെയാണ് നമ്മളങ്ങനെ പറയുന്നത്. മറ്റുള്ളവരെ പോലെ ഭയന്ന് നിൽക്കുന്നില്ല, കണ്ണും പൂട്ടി എന്തും നേരിടാൻ തയ്യാറാണ് എന്ന തരത്തിൽ അവൻ കളിച്ചില്ലേ. ആ കളിയാണ് ബാക്കിയുള്ളവർ കളിക്കേണ്ടത്. എങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ ഇനി CSKക്ക് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 10ാം സ്ഥാനത്ത് കിടക്കുന്നു. പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസാണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഇത് രാജസ്ഥാൻ റോയൽസ് ഉണ്ടായിരുന്നത് 10ാം സ്ഥാനത്താണ്. ഇപ്പോൾ 9ാമതായത് അവരുടെ വിജയം കൊണ്ടൊന്നുമല്ല, CSK മോശമായതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി, CSKയേക്കാൾ ബെറ്ററാണ് RR എന്ന് തോന്നുന്നത് എന്തായാലും എനിക്കുണ്ട്. വിജയിക്കേണ്ട കളികൾ അവർ കൈവിട്ടു പോകുന്നു നേരിയ മാർജിനിൽ. ഒരു കളി തോറ്റത് സൂപ്പർ ഓവറിലാണ്, മറ്റൊരു കളി തോറ്റത് 2 റൺസിനാണ്. ഇതൊക്കെ തോൽക്കുന്ന വിധമാണ്. വിജയിച്ചു എന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്ന് പ്രമുഖ ബാറ്റർമാർ ക്രീസിലുള്ളപ്പോൾ കളി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. താരങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ പ്രശ്നമുണ്ട്, ആറ്റിറ്റ്യൂഡിൽ പ്രശ്നമുണ്ട് എന്നൊരു തോന്നൽ അതുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സഞ്ജുവിന് പരിക്കുമായിരിക്കുന്നു.
സോ തിരിച്ചടികൾ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്. രാജസ്ഥാൻ റോയൽസ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്ത് വരുന്നു. പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് SRH കഴിഞ്ഞ പവർ റാങ്കിലും 8ാമത് തന്നെയാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് SRH ചെയ്തതുകൊണ്ടല്ല അവർ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ 3 ടീമുകളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് SRHൻ്റെ ഈ ടീം CSKയുടെ ടീം പോലെയല്ല. CSKയുടെ ടീമിന് ഈ IPLൻ്റെ വേഗതക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമോ ചോദ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ 200 അടിക്കേണ്ട ബാറ്റിംഗ് പിച്ചിൽ അവർ 170ലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ഓൾ ഔട്ട് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരവിടെ നടത്തുന്നു എന്ന് മാത്രമേ നമുക്കതിലൂടെ കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ SRHനൊരവസ്ഥ. SRHന് ഇപ്പോഴും മികച്ച താരങ്ങളുണ്ട്. ആധുനിക T20 മത്സരങ്ങളോട് നല്ല രൂപത്തിൽ കളിച്ച് വിജയിക്കാൻ കെൽപ്പുള്ള ടീമുണ്ട്. പക്ഷേ എന്തൊക്കെയോ ക്ലിക്കാവാതെ പോകുന്നു. അതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ നമ്മുടെ പവർ റാങ്കിൽ എന്തായാലും അവർ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ 3 ടീമുകളിൽ, 3 ഒരുപോലെ നിൽക്കുന്ന 3 ടീമുകളിൽ അവർക്കാണ് ഉയർന്ന റാങ്ക് 8ാം സ്ഥാനം കൊടുക്കുന്നത്. കഴിഞ്ഞ പവർ റാങ്കിലും SRH 8ആയിരുന്നു, അതിന് മുമ്പത്തെ പവർ റാങ്കിലും SRH 8ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. 7ാമത് നമ്മുടെ പവർ റാങ്കിൽ 7ാമത് KKR ആണ്. കഴിഞ്ഞ പവർ റാങ്കിലും KKR 7ാമതായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ KKR ഏറ്റവും അവസാനത്തെ അവരുടെ മത്സരം GTയോട് 39 റൺസിന് തോറ്റു. അതിന് മുമ്പത്തെ മത്സരത്തിൽ അവർ 95-ന് ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഏതായാലും നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇത് കഷ്ടകാലമാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ ഇനി ഏറെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓപ്പണിങ്ങിലൊക്കെ പ്രശ്നമാണ്. QDK ഫോം ആവുന്നില്ല. അത് കണ്ടപ്പോൾ ഗുർബാസിനെ ഇറക്കി. ഗുർബാസ് കഴിഞ്ഞ കളിയിൽ 1 റൺസുമായിട്ട് മടങ്ങി. സുനിൽ നാരായൺ കഴിഞ്ഞ സീസണിൽ അതേ മികവ് ഇവിടെ തുടരുന്നില്ല. രഹാനെ മാത്രമാണ് മോശമല്ലാത്തൊരു പ്രകടനം നടത്തുന്നത്. വെങ്കിടേഷ് അയ്യർക്ക് കോടികൾ ചിലവാക്കിയിട്ട് എന്തു ഗുണം എന്ന ചോദ്യം ഇപ്പോൾ ആരാധകർ തന്നെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. 7ാമതാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ KKR ഉള്ളത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 6ാമതാണ് ഈ LSG വരുന്നത്. LSGയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ സീസണിൽ അവർ ചില കളികൾ വിജയിക്കുന്നു, എന്നാൽ വിജയിക്കുമെന്ന് തോന്നുന്ന കളികൾ ചിലപ്പോൾ വീട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതികളുണ്ട്. പന്തിൻ്റെ ഫോമില്ലായ്മ അവർക്ക് പ്രശ്നമാണ്. സീസണിൻ്റെ തുടക്കത്തിൽ മിന്നിക്കെത്തിയ നിക്കോളാസ് പൂറൻ സമീപകാലത്തെ മത്സരങ്ങളിൽ മോശമാണ്. മർക്രം മികച്ച രൂപത്തിൽ പോകുന്നു എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവാണ് എന്നുള്ളതും നമ്മൾ മറക്കുന്നില്ല. ഏതായാലും DCയോട് 8 വിക്കറ്റിനാണ് അവർ കഴിഞ്ഞ കളിയിൽ തോറ്റിട്ടുള്ളത്. DC വളരെ മനോഹരമായിട്ട് കളിച്ചു പോകുന്നു. അവരുടെ മുന്നിലൊന്ന് പൊരുതാൻ പോലും യഥാർത്ഥത്തിൽ LSGക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ പന്തിൻ്റെ കാര്യത്തിൽ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് ഫോമിലേക്ക് ഉയർന്നേ പറ്റുകയുള്ളൂ. LSG നമ്മുടെ പവർ റാങ്കിങ്ങിൽ 6ാമത് വരുമ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ് PBKS ഉള്ളത്. PBKSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിൽ PBKS ഉണ്ടായിരുന്നത് 4ാം സ്ഥാനത്താണ്. ഈ പവർ റാങ്കിങ്ങിൽ അവർ 5ാം സ്ഥാനത്തേക്ക് വരുന്നു. പോയിൻ്റ് പട്ടികയിലും അവർ 5ാം സ്ഥാനത്താണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും PBKS ഇപ്പോൾ ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഓസ്ട്രേലിയൻ ചേരുവകളൊക്കെ വെച്ചുകൊണ്ട് വരുന്നൊരു ടീമാണല്ലോ. ശ്രേയസ് അയ്യർ തുടക്കത്തിലൊന്ന് കത്തിച്ചു, പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു ഫോമിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ഏറ്റവും ഒടുവിലത്തെ കളിയിൽ RCBയോട് അവർ വലിയ മാർജിനിൽ 3 വിക്കറ്റിന് തോൽക്കുകയുണ്ടായി. 7 വിക്കറ്റിന് തോൽക്കുകയുണ്ടായി. 3 വിക്കറ്റ് മാത്രമേ RCBക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ. RCBയുടെ മൈതാനത്ത് പോയി RCBയെ തോൽപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മുല്ലാൻപൂരിൽ വന്ന് RCB തോൽപ്പിച്ചു പോവുകയാണ് ചെയ്തത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതുമുണ്ട്. എങ്കിലും PBKS പോയ സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ വലിയ പ്രതീക്ഷ വെക്കുന്നൊരു ടീമാണ്. ഇനി 4ാം സ്ഥാനത്ത് RCB ആണ്. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ RCB ഉണ്ടായിരുന്നത് 3ാം സ്ഥാനത്താണ്. ഈ പവർ റാങ്കിങ്ങിൽ RCBയെ നമ്മൾ 4ാം സ്ഥാനത്ത് അവതരിപ്പിക്കുന്നു. RCBയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്ന പോലെ ഹോം മത്സരങ്ങൾ ഒരു പ്രശ്നമാണ്. എവേ മത്സരങ്ങളെല്ലാം അവർ വിജയിക്കുന്നു, ഹോം മത്സരങ്ങളെല്ലാം തോൽക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ രാജസ്ഥാൻ റോയൽസിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. കാരണം 7 കളികളാണല്ലോ എവേ മത്സരങ്ങൾ. അത് മാത്രമാണ് വിജയിക്കുന്നതെങ്കിൽ 14 പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് പ്ലേ ഓഫ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹോം മത്സരങ്ങൾ 2ഓ 3ഓ ഇനി ബാക്കിയുള്ളവയിൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. അതിനുള്ള സുവർണാവസരമാണ് RRൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇന്ന് ചിന്നസ്വാമിയിൽ ഒരുങ്ങുന്നത്. അതിനവർക്ക് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കിങ് കോഹ്ലിയും അതുപോലെ ഫിൽ സാൾട്ടും ഒക്കെ ചേരുന്ന ടീം മികച്ച പ്രകടനം തന്നെയാണ് എവേ മത്സരങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ഹോം മത്സരത്തിലേക്ക് കൂടി പകർത്തുമെന്ന് കരുതാം. 3ാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിൽ GT വരുന്നത്. കഴിഞ്ഞ പവർ റാങ്കിൽ GT 2ാമതായിരുന്നു. പോയിൻ്റ് പട്ടികയിൽ GT 1ാമതാണ്.
പക്ഷേ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇത്തവണ GT മൂന്നാമതേക്ക് വരുന്നു. അത് MIക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടി എന്നുള്ളത് കൊണ്ടാണ് പവർ റാങ്കിങ്ങിൽ GT താഴേക്ക് വന്നത്. ഏതായാലും GT ഇത്തവണ അസാമാന്യമായ കൺസിസ്റ്റൻസിയോടുകൂടി കളിക്കുന്ന ടീമാണ്. അവരുടെ താരങ്ങൾ ഇപ്പോൾ സായി സുദർശനാണെങ്കിലും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറാണെങ്കിലും ഒക്കെ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുകയാണ്. ബൗളിങ്ങിൽ പ്രസിദ്ധ കൃഷ്ണയാണെങ്കിലും സായി കിഷോർ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഗില്ലിൻ്റെ കഴിഞ്ഞ കളിയിലെ മിന്നും ഫോം. അപ്പോൾ അവരുടെ ചേരുവകളൊക്കെ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് പിടിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അവർക്ക് ഇത്തവണ നല്ല കിരീട സാധ്യതയുണ്ട്. ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് ഈ സീസണിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം GT ആണ്. പവർ റാങ്കിൽ 2ാം സ്ഥാനത്തേക്ക് MI. കഴിഞ്ഞ പവർ റാങ്കിൽ MI 5ാമതാണ്. അതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ MI 5ാമതാണ്. MI അവിടെ നിന്നൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് കാണാതെ പോകരുത്. 4 കളികളിൽ ഒറ്റ വിജയം മാത്രം വിജയിച്ച MI, പിന്നത്തെ 5 കളികളിൽ ഒറ്റ വിജയം മാത്രം വിജയിച്ച MI, പിന്നത്തെ 4 കളികളും തുടർച്ചയായിട്ട് വിജയിക്കുകയായിരുന്നു. രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയില്ലേ? ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, ക്യാപ്റ്റൻ ഫാൻറ്റാസ്റ്റിക്. എല്ലാ കളികളിലും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ബാറ്റ് കൊണ്ടോ ബോൾ കൊണ്ടോ വന്നിരിക്കും. സൂര്യ ലോകത്തെ ഏറ്റവും മികച്ച T20 ബാറ്റർ താൻ തന്നെയാണെന്ന് വീണ്ടും 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 തെളിയിക്കുന്ന പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബൗളിങ്ങിൽ ബൂംറ മാത്രമല്ലെന്നേ, ദീപക് ചാഹറും ട്രെന്റ് ബോൾട്ടും ഒക്കെ ന്യൂ ബോൾ മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നു. സാന്നർ തൻ്റെ എക്സ്പീരിയൻസ് ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്പിൻ ബൗളിംഗ് കൊണ്ട് അവർക്ക് വലിയ രൂപത്തിൽ ശക്തി പകരുകയും ചെയ്യുന്നു. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ക്ലിക്കായി പോകുന്ന ഈ MI നിങ്ങൾ ഭയക്കണം. നമ്മളത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പറയുന്നു. ഈ MI, പ്രത്യേകിച്ച് രോഹിത് കൂടി ഫോമിലേക്ക് എത്തിയ ഈ MI, അവർ കിരീടം കൊണ്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഭയക്കേണ്ട ടീമാണ് അവർ. ഇതാണ് ഓപ്ഷനിൽ അവർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ ക്ലിക്കാവുന്നു. സോ ബിഗ് ചാൻസ് ഫോർ MI. 1ാമത് പവർ റാങ്കിൽ 1ാമത്. കഴിഞ്ഞ പവർ റാങ്കികളിലൊക്കെ പോലെ തന്നെ കഴിഞ്ഞ 3-4 പവർ റാങ്കിൽ 1ാമത് ആരാ? DC. ഇത്തവണയും DC തന്നെയാണ് നമ്മുടെ പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് വരുന്നത്. 8 കളിയിൽ നിന്ന് 12 പോയിൻറ്റ് DCക്കുണ്ട്. DC ഏറ്റവും ഒടുവിൽ കളിച്ച കളി LSGക്കെതിരെയായിരുന്നു. 8 വിക്കറ്റിന് തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. GTയോട് അതിന് മുമ്പത്തെ കളി തോറ്റിരുന്നു എങ്കിൽ പോലും അതിന് മുമ്പ് DC സൂപ്പർ ഓവറിൽ തോൽപ്പിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിന്. അവരുടെ പോരാട്ട വീര്യം കൃത്യമായിട്ട് കണ്ട ഒരു മത്സരമായിരുന്നു അത്. DCയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അക്സർ പട്ടേലിൻ്റെ ക്യാപ്റ്റൻസിയും സ്റ്റബ്സിൻ്റെ ടാലൻറ്റും അതുപോലെ മിച്ചൽ സ്റ്റാർക്കിൻ്റെ കിടിലൻ ബൗളിംഗ് പ്രകടനവും ഒക്കെ ചേരുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കുൽദീപിനെ പറയാതെ പോകുന്നത് അർത്ഥമില്ലല്ലോ. പിന്നെ എന്താണ് രാഹുൽ കഴിഞ്ഞ കളിയിലൊക്കെ അദ്ദേഹം ഒരു പകവീട്ടിയ പോലുള്ള പ്രകടനം വരുന്നു. രാഹുൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഡുപ്ലസി പരിക്ക് മാറി മടങ്ങി വരികയൂടി ചെയ്താൽ അവരെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തവണ ഇപ്പോഴുള്ള കളി വെച്ച് ഏറ്റവും അധികം കിരീട സാധ്യത നമ്മൾ കാണുന്നത് DCക്കാണ്. പവർ റാങ്കിൽ 1ാമത് DC. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് എല്ലാം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1 DC, 2 MI, 3 GT, 4 RCB, 5 PBKS, 6 LSG, 7 KKR, 8 SRH, 9 രാജസ്ഥാൻ റോയൽസ്, 10 CSK. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.